ശ്രീ അനിൽകുമാർ, അതായത് ഇപ്പോൾ ബാലഗോപാലിൻ്റെ വാർത്താ സമ്മേളനം, കേരളത്തിൻ്റെ അഭിഭാഷകൻ കപിൽ സിബൽ കോടതിക്കകത്തല്ല കോടതിക്ക് പുറത്ത് വാദം പറയുന്നു എന്ന നിലയിലേക്കൊക്കെ അദ്ദേഹം അതിനെ വിശദീകരിച്ച് താങ്കളുടെ മുമ്പിലുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, ആദ്യഘട്ടത്തിൽ ഈ വിഷയം യഥാർത്ഥത്തിൽ പുറത്ത് ജനങ്ങളോട് പറയുന്നത് പോലെ തന്നെ കോടതിയിലും അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് താങ്കൾ മിനിറ്റ്സിനെ ഉദാഹരിച്ചു, കേരളത്തിൻ്റെ അഭിഭാഷകനെ ഉദാഹരിച്ചു. ആ നിലയിൽ അതിന് മറുപടി പറയാൻ ശ്രീ കൃഷ്ണദാസിന് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ വാദം, BJPയുടെ ആ വാദം നിലനിൽക്കുന്നതല്ല എന്നൊരവസ്ഥയിലേക്ക്, ബാലഗോപാൽ വിശദീകരിക്കുന്നതിനെക്കുറിച്ച് BJP നടത്തുന്ന വിശദീകരണം നിലനിൽക്കുന്നതല്ല എന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ആകെ ചുരുക്കിയെടുത്താൽ ഇത് ജനങ്ങളുടെ കേസല്ല. കേരളത്തിൻ്റെ സുപ്രീം കോടതിയിലെ കേസ് എന്നുള്ളത് ജനങ്ങളുടെ കേസല്ല, ഇത് സർക്കാരിൻ്റെ കേസാണ്. സർക്കാർ ജനങ്ങളുടേതാണ് സ്വാഭാവികമായി, പക്ഷേ ഇത് സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യാർത്ഥമുള്ള കേസാണ് എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള വിമർശനത്തെ ആകെ ചുരുക്കിയെടുത്താൽ. മറുപടി. കോടതിയിൽ നടക്കുന്ന കാര്യം മന്ത്രിമാരാരും പുറത്തു പറയാൻ പാടില്ല, ചർച്ച ചെയ്യാൻ പാടില്ല, ചാനൽ ചർച്ചയിൽ ഒട്ടും പറയാൻ പാടില്ല എന്നുള്ള BJPയുടെ നിലപാട് ഞാൻ കൗതുകത്തോടെ കേൾക്കുകയായിരുന്നു. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഭരണകൂടവും എല്ലാം കോടതി തോറ്റു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, കുചേലൻ ഒരു ശകല അവലും കൊണ്ടുപോയി ശ്രീകൃഷ്ണന് കൊടുത്തു, അത് മഹാകുറ്റമായിപ്പോയി. ആരാ ചെയ്തത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി. ആരാ കുചേലൻ? അദാനി. ആരാണ് ശ്രീകൃഷ്ണൻ? BJP. ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കുന്ന വിധം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കൊടുക്കുന്നതിന് നിയമവിരുദ്ധമായി ആ കാര്യങ്ങളെല്ലാം കൈപ്പറ്റുന്നതിന് നിയമപരമായ ഒരു വഴി ഉണ്ടാക്കിയപ്പോൾ അത് നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫ്രോഡെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ കേരളത്തിൽ കേൾക്കുന്നൊരു വാർത്ത ഉണ്ടല്ലോ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ കാലമാണല്ലോ. ഏറ്റവും വലിയ സീരിയസ് ഫ്രോഡാണ് നരേന്ദ്രമോദി നടത്തിയത്. എന്താണ് നരേന്ദ്രമോദി നടത്തിയത്? കമ്പനി നിയമം ഭേദഗതി ചെയ്തു. ഒരു കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിൽ 10% അല്ലെങ്കിൽ നിശ്ചിത ശതമാനം നിങ്ങൾക്ക് സംഭാവന കൊടുക്കാം. ഒരു ലാഭവും വേണ്ട, കമ്പനിയുടെ മൊത്തം കാശ് സംഭാവന കൊടുത്താലും ചോദിക്കാൻ പറ്റത്തില്ല, നിയമം ഭേദഗതി ചെയ്തു. ഇതിനെ സീരിയസ് ഫ്രോഡെന്നാണ് പറയുന്നത്. SFIO അന്വേഷിക്കേണ്ട കുറ്റമാണ് BJP ചെയ്തത്, നരേന്ദ്രമോദി ചെയ്തത്. അന്വേഷിക്കാൻ പറ്റാത്തതിന് കാരണം നിങ്ങൾ കമ്പനി നിയമം ഭേദഗതി ചെയ്തു. റിസർവ് ബാങ്കിൻ്റെ വെല്ലുവിളി, റിസർവ് ബാങ്കിൻ്റെ എതിർപ്പിനെ മറികടന്നു, ഇലക്ഷൻ കമ്മീഷൻ്റെ എതിർപ്പിനെ മറികടന്നു. ഈ പണിയെല്ലാം ചെയ്തിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ കുചേലന അവലിൻ്റെ കഥയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നിങ്ങൾ അദാനിയെ കുചേലനാക്കുകയാണോ? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആ കഥ തന്നെ നിങ്ങൾക്ക് തന്നെ എതിരാണ്. കാരണം എന്താണ്? അങ്ങനെ അവൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം എന്താണ്? ശ്രീകൃഷ്ണൻ്റെ രാജധാനിയിലെ സമ്പത്ത് മുഴുവൻ കുചേലൻ്റെ വീട്ടിലേക്ക് പോയി എന്ന കഥ. ഇതുപോലെ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന BJPക്കാർ ആർക്ക് കൊടുത്തിരിക്കുകയാണ്? അദാനിക്ക് കൊടുത്തിരിക്കുകയാണ്. അത് സത്യമാണ്. അതുകൊണ്ട് കോടതി പറയുന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയരുത് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ വാദമൊക്കെ നമുക്ക് വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ ബാലഗോപാൽ കേരളത്തിൻ്റെ കേസല്ലേ പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങളുടെ കേസല്ലേ പറഞ്ഞത്? അതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. കേരളത്തിൻ്റെ കേസും കേരളത്തിലെ ജനങ്ങളുടെ കേസും മാത്രമാണ് പറഞ്ഞത്. അത് നിയമസഭാ പ്രമേയത്തിൻ്റെ ബലമുണ്ട് അതിൻ്റെ അടിയിൽ. നിയമസഭാ പ്രമേയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനകത്ത് എന്താ വ്യക്തത കുറവ്? ആ നിയമസഭാ പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിയമസഭാ പ്രമേയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ള ചുമതല കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിക്കില്ലേ? അതെന്താ അങ്ങനെ മറന്നു പോണത്? അപ്പോൾ എന്താ അതിൻ്റെ അകത്തൊരു കുഴപ്പം വരുന്നത്? പ്രശ്നം എന്താണ്? സാമ്പത്തികത്തിൻ്റെ കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു തർക്കവും ഈ കേസിനകത്തില്ല, അത് പറയേണ്ട കാര്യമില്ല. 2, കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമിതഭാരം എന്ന് പറഞ്ഞ പോലെ ഒരു 13,000 കോടി രൂപ തരണമെന്നുണ്ടെങ്കിൽ കേസ് പിൻവലിക്കണം എന്നുള്ള പുതിയ വ്യവസ്ഥ വെച്ചു. അതാണ് തർക്കം. ഈ 13,000 കോടി രൂപ തർക്കത്തിനേ ഇല്ല. കാരണം രൂപയല്ല തർക്കം, നയമാണ് തർക്കം. ഞങ്ങൾക്ക് കടമെടുക്കാൻ ഒരു സംസ്ഥാനത്തുള്ള അവകാശം നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? അപ്പം നിഷേധിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് നിങ്ങൾ കിബി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംവിധാനമാണ്. അപ്പം നിങ്ങൾ ദേശീയപാതയോ? ദേശീയപാതയ്ക്ക് കടമെടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ കടത്തിൽപ്പെടുത്തി കാണിക്കാമോ? നിങ്ങൾ അടൽ സേതുവിന് കടമെടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ കടത്തിൽപ്പെടുത്തി കാണിക്കാമോ? കേരളത്തിന് പുറത്ത് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിനും കേന്ദ്രം ഗ്യാരണ്ടി കൊടുത്തിട്ട് അതൊന്നും കേന്ദ്രത്തിൻ്റെ കടത്തിലേ വരുന്നില്ല. മലയാളിയുടെ കടമാണ്, ഇന്ത്യയുടെ കടമാണ്, കേന്ദ്രത്തിൻ്റെ കടത്തിൻ്റെ കണക്കിൽ വരുന്നില്ല. ഇതാണ് തട്ടിപ്പ്. രണ്ടാമത്തെ തട്ടിപ്പ് എന്താണ് നരേന്ദ്രമോദി കാണിച്ചത്?
നിങ്ങളിപ്പോൾ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുമായി പങ്കിടേണ്ടത് ആകെ പിരിക്കുന്നതിന് 40% തുകയാണ്. നിങ്ങൾ ചെയ്തത് എന്താണെന്നറിയാമോ? 13% തുക സംസ്ഥാനങ്ങളുമായി പങ്കിടാത്ത വിധം സെസ്സായി പിരിക്കാൻ തുടങ്ങി. മൻമോഹൻ സിംഗ് 3% സെസ് പിരിച്ചിരുന്നത്, നിങ്ങൾ 13% സെസ് പിരിക്കുന്നു. മനസ്സിലാക്കിക്കോണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കും, സംസ്ഥാനങ്ങളുമായി പങ്കിടാത്ത ഒരു വലിയ വരുമാനം കേന്ദ്രത്തിന് വരികയാണ്. മൂന്നാമത് എന്താ കാണിച്ചത്? കേന്ദ്രത്തിന് ഈ പെട്രോളിൻ്റെ നികുതി പിരിക്കാൻ പ്രത്യേക അധികാരമുണ്ടോ? ഒരധികാരമില്ല. അത് സംസ്ഥാനങ്ങൾക്കുള്ളതാണ്. അതിൻ്റെ മേലെ കേന്ദ്രം 3 ഇരട്ടി 4 ഇരട്ടിയായിട്ട് നികുതി വർദ്ധിപ്പിച്ചു. ഇതിൻ്റെ എല്ലാം ഫലമായി ഉണ്ടായ സ്വത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ഇതാണ് ഞങ്ങളുടെ അടുത്ത ചോദ്യം. അത് ഓരോ സംസ്ഥാനങ്ങൾക്കും പാക്കേജ് കൊടുക്കുന്നു. കേരളത്തിന് പാക്കേജ് ഇല്ല, വിവേചനമാണ്. നമുക്ക് ഓരോന്നും ഉദാഹരണ സഹിതം കൊണ്ട് പറയാനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്തത് എന്താണ്? കേന്ദ്ര പദ്ധതി സംസ്ഥാന പദ്ധതി നിങ്ങൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കേന്ദ്ര വിഹിതം 75% അത് 60% കുറച്ചപ്പോൾ കേരളത്തിന് പൊള്ളുവോ? അത് ബാലഗോപാലിൻ്റെ വീട്ടുകാരിയാണോ പറയുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര പദ്ധതി നടപ്പാക്കുമ്പോൾ നമ്മൾ ആദ്യം പണം ഉണ്ടാക്കണം. ശരി, ഞങ്ങൾ ആദ്യം പണം ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? കേരളത്തിൻ്റെ ബഡ്ജറ്റിനകത്തെ കടം വാങ്ങലായി മാറും. കേന്ദ്രത്തിന് വേണ്ടി കടമെടുക്കുന്ന നിങ്ങളൊന്ന് ഒഴിവാക്കി തരിക. അതെന്താ? ഞങ്ങൾ കടം വാങ്ങിച്ചിട്ട് പലിശ ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾ പൈസ തരുമ്പോൾ വീട്ടിക്കോളാം. അപ്പോൾ അല്ലല്ല, ഇപ്പം തന്നെ കേരളത്തിൻ്റെ കടബാധ്യത ഇത് പെടുത്തും. എങ്ങനെയും സംസ്ഥാന സർക്കാരിനെ ശ്വാസം മുട്ടിക്കുക. ശ്വാസം മുട്ടിച്ചു കഴിഞ്ഞാൽ പെൻഷൻ മുടക്കുമല്ലോ, ശ്വാസം മുടിച്ചു കഴിഞ്ഞാൽ KSRTC പെൻഷൻ മുടക്കുമല്ലോ, ശമ്പളം മുടക്കുമല്ലോ, സപ്ലൈകോ തകരുമല്ലോ, സർക്കാർ ജീവനക്കാർക്ക് DA കൊടുക്കാൻ പറ്റാതാകുമല്ലോ. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനവും മൂക്കുമുറിച്ച് ശകനം മുടക്കണമെന്ന വാശിയാണ് കേന്ദ്രത്തിലെ BJP. അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ കുഴപ്പമില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം, വികസിതമായ ഒരു സംസ്ഥാനം നിങ്ങൾ ഭരിക്കുന്നില്ല ഇന്ത്യയിൽ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് പൊതുവികസിതം. ആ സംസ്ഥാനങ്ങൾ വികസിതമായ ഏതെങ്കിലും നിങ്ങൾ ഭരിക്കുന്നുണ്ടോ? നിങ്ങൾ ഭരിക്കുന്ന ഗുജറാത്ത് നോക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ജീവന നിലവാരം നോക്ക്. ഗുജറാത്തിൽ ഈ കൊല്ലം 32 പേരെയാണ് അവിടുത്തെ PSC നിയമിച്ചിരിക്കുന്നത്. കേരളത്തിലോ അതിൻ്റെ 1000 ഇരട്ടി 32,000 പേരെ ഒരു കൊല്ലം നിയമിക്കുകയാണ് കേരളത്തിലെ PSC. ഇവിടെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേലെ കേന്ദ്രം കടന്നു കയറരുത്. അന്തസ്സായിട്ടൊരു കാര്യം ചെയ്യണം. ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് പറഞ്ഞല്ലോ, മന്ത്രിമാർ ചർച്ചയിൽ പങ്കെടുത്തില്ല. സെക്രട്ടറിമാർ തമ്മിൽ പങ്കെടുത്തു. തീർന്നില്ല കേട്ടോ. എന്നാൽ മന്ത്രിമാർ തമ്മിൽ ഇരിക്കാം. ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ നിർമ്മല സീതാരാമനോട് ഇരിക്കാം. ഉദാരത കാണിച്ചോ? കേരളത്തിലെ BJP ഘടകം പറഞ്ഞോ നിർമ്മല സീതാരാമൻ ആ ബാലഗോപാലോട്ട് സംസാരിച്ചേ? എന്താ നിങ്ങൾ പറയാഞ്ഞത്? ബാലഗോപാൽ കേന്ദ്രത്തിൽ പോയി. എന്നാൽ ഞാൻ മന്ത്രിയോട് മാത്രമേ സംസാരിക്കൂ എന്നുള്ള വലിയ ഭാവമൊന്നും ബാലഗോപാൽ കാണിച്ചില്ല. മലയാളിക്ക് വേണ്ടിയാണ് സംസാരിക്കാൻ പോയത്. അതുകൊണ്ട് അദ്ദേഹം ദുരഭിമാനത്തിലൊന്നും പോയില്ല. അത് വെടിഞ്ഞ് തന്നെ സെക്രട്ടറിയുടെ ചർച്ചയ്ക്ക് പോയി. സെക്രട്ടറി തല ചർച്ച പരാജയപ്പെട്ടാൽ മന്ത്രിതല ചർച്ച വേണ്ടേ? അങ്ങനെയല്ല ഇന്ത്യ രാജ്യത്ത്. സ്ഥാനപതിമാർ തമ്മിൽ ചർച്ച നടത്തി കഴിഞ്ഞാൽ പിന്നെ സെക്രട്ടറി തല ചർച്ച പരാജയപ്പെട്ടാൽ പ്രധാനമന്ത്രിമാർ തമ്മിൽ ചർച്ച. ഇതല്ലേ ജനാധിപത്യം ലോകത്ത് നടപ്പാക്കുന്നത്? ആ ലോകത്ത് നിൽക്കുന്ന നയതന്ത്രവുമായി ബന്ധപ്പെട്ട മര്യാദ പോലും മലയാളിയോട് പാടില്ല എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാർ. നിങ്ങൾ അടിമുടി കേരള വിരുദ്ധരാണ്, അടിമുടി സംസ്ഥാന വിരുദ്ധരാണ്. അതിൻ്റെ ദുരന്തം കേരളം ഏറ്റുവാങ്ങുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ അണിനിരത്തി നിങ്ങളെ തുറന്നു കാട്ടും, നിങ്ങളെ തിരുത്തിക്കും. നിങ്ങൾ അവിടുന്ന് ഉണ്ടാവാത്ത പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇനി മോദിക്ക് ഇന്ത്യ രാജ്യത്ത് ഭരിക്കാനാവാത്ത വിധമുള്ള പോരാട്ടമാണ് കേരളം ലക്ഷ്യം വെക്കുന്നത്.